CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കുന്നംകുളത്ത് തുടക്കമാകും. 24ാം പാർട്ടി കോൺഗ്രസിനും സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള അവസാന ജില്ലാ സമ്മേളനമാണ് തൃശൂരിലേത്. CPM പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ രാവിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ടൗൺഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിനു മുന്നോടിയായുള്ള പതാക കൊടിമര ദീപശിഖാ ജാഥകളുടെ പ്രയാണം ഇന്നലെ വൈകിട്ട് സമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിച്ചു. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 392 പ്രതിനിധികളുമടക്കം 434 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. തലമുറ മാറ്റവും നേതൃമാറ്റവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് നിലവിലെ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനികൾ മുൻ SFI സംസ്ഥാന സെക്രട്ടറിയും CITU നേതാവുമായ UP ജോസഫും ഗുരുവായൂർ മുൻ MLA KV അബ്ദുൽ ഖാദറുമാണ്. അതേസമയം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്നും പാർട്ടി കോണുകളിൽ അടക്കം പറച്ചിലുകളുണ്ട്. സംഘടനാ റിപ്പോർട്ടിലും അതിൽമേലുള്ള ചർച്ചയിലും ജില്ലയിൽ വിഷയങ്ങളേറെയാണ്. കരുവന്നൂർ കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പരാജയം, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിലയിരുത്തൽ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ചർച്ച നടന്നേക്കുമെന്നാണ് പ്രതീക്ഷ. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിനൊടുവിൽ ഫെബ്രുവരി 10 പുതിയ ജില്ലാ കമ്മിറ്റി നിലവിൽ വരും. യുവത്വത്തിന് പ്രാതിനിധ്യമുള്ള കമ്മിറ്റിയാവും സമ്മേളനാന്തരം നിലവിൽ വരിക എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.